എല്ലാവർക്കും ജോണിസ് പാർക്കിലേക്ക് സ്വാഗതം. നമുക്ക് പുതുതായിട്ട് വന്നൊരു അപ്ഡേറ്റ് ആണ് പ്ലേ ഗ്രൗണ്ട്. അതിൽ ബൈക്ക് റേസിൻ്റെ ഗെയിമാണ് നമ്മൾ കളിക്കേണ്ടത്. അത് കളിച്ച് നമുക്ക് കീ കിട്ടുമെന്നാണ് അവർ പറയുന്നത്. എനിക്ക് ജൂലൈ 28, 2024 2 കീ കിട്ടിയിട്ടുണ്ട്. പക്ഷേ മൂന്നാമത്തെയും നാലാമത്തെയും കീ കിട്ടുന്നില്ല. ഞാൻ ഒരുപാട് ഗെയിം കളിച്ചു, പക്ഷെ അത് കിട്ടുന്നില്ല. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. അറിയാമെന്നുള്ളവർ എനിക്ക് ഇത് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് അറിയിക്കുക. കണ്ടില്ല, 2 കീ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി 2 കീയുടെ കളക്ട് ചെയ്യാനുണ്ട്. പക്ഷെ ഞാൻ ഒരുപാട് ഗെയിം കളിച്ചിട്ടും 2 കീ അതിൻ്റെ കോഡ് കിട്ടുന്നില്ല. ഇതിനെക്കുറിച്ച് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ റൈസ് മാസ്റ്ററുമായി പൊരുതി ജയിച്ച് എനിക്ക് ഇതിൻ്റെ സൈക്കിളിൻ്റെ സ്കിന്ന് കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് ആ സ്കിന്ന് നമ്മൾ അപ്ലൈ ചെയ്ത് നമുക്കൊരു ഗെയിം കളിക്കാം. ഇത് നമ്മൾ റൈസ് കൊടുക്കുമ്പോൾ ഇതേപോലെ ഒരുപാട് സ്കിന്നുകൾ കാണും. ഇത് എൻ്റെ കയ്യിലുള്ള ഓരോ സ്കിന്നുകളാണ്. സോ ഇത് നമ്മൾ ഈ സൈക്കിളിൻ്റെ ലെവൽ അപ്ഗ്രേഡ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഈ സ്കിന്നുകൾ ഓരോന്ന് കിട്ടുന്നത്. പിന്നെ താഴത്തുള്ള നമുക്ക് ബോസുമായിട്ട് അറ്റാക്ക് ചെയ്ത്, അതായത് അറ്റാക്കല്ല, റൈസ് ചെയ്ത് നമ്മൾ വിജയിച്ച വെറൈറ്റി സ്കിൻസ് എല്ലാം കിട്ടും. ഞാൻ ബോസുമായി പൊരുതി ജയിച്ച് കിട്ടിയ സ്കിന്ന് വെച്ച് നമുക്ക് ഗെയിം കളിക്കാം. ഇപ്പോൾ ഒരു സ്കിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗ്രീൻ കളർ ഒരു ഡ്രാഗനെ പോലെ ഇരിക്കും, അങ്ങനത്തെ ഒരു സ്കിന്നാണ്. സോ ഇത് വെച്ച് നമ്മളിതാ പാഞ്ഞു പോവുകയാണ്. ഓരോരുത്തരെ ഇടിച്ചിട്ട് പറന്നങ്ങ് പോവുകയാണ്. അത് കണ്ടില്ലേ, എവിടെയെങ്കിലും സൈഡിൽ എവിടെയെങ്കിലും മരത്തിൽ ഇടിച്ചാൽ അപ്പോഴേ തീർന്ന്. പിന്നെ റിവൈവ് ചെയ്യണമെങ്കിൽ നമ്മൾ വീഡിയോ കാണണം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് ആദ്യം മുതൽ നമ്മൾ കളിക്കേണ്ടി വരും. അതുമാത്രമല്ല, നമ്മൾ ആദ്യം മുതൽ കളിക്കണമെങ്കിലും നമ്മൾ ആഡ്സ് കാണേണ്ടി വരും. അതാണ് അവസ്ഥ. അതുകൊണ്ട് നമ്മൾ സൂക്ഷ്യം പറയ്ക്കും, ബാലൻസ് ഒക്കെ ചെയ്ത് സ്ട്രൈറ്റ് ആ പോവുക. എത്ര ആളുകൾ വേണമെങ്കിലും ഇങ്ങനെ ഇടിച്ചിട്ടോ, പക്ഷേ സൈഡിൽ ഇടിക്കാൻ പാടില്ല. കണ്ടില്ല, ഞാൻ ഫസ്റ്റ് എത്തിയിരിക്കുകയാണ്. പൊളിയിൽ പറന്നങ്ങ് ലാൻഡ് ചെയ്തു. അങ്ങനെ കോയിൻസും കിട്ടി. അടുത്ത് നമുക്കൊരു രണ്ടാമതൊരു റൈസ് ചെയ്യാം. ഇത് എനിക്ക് ബോസുമായിട്ട് കിട്ടിയിട്ടുള്ള വേറൊരു സ്കിന്നാണ്. അത് നമുക്ക് സെലക്ട് ചെയ്ത് കളിച്ചു നോക്കാം. സ്കിന്ന് സെലക്ട് ചെയ്യാനായി ആ സ്കിൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എല്ലാ സ്കിന്നുകളും വരും. അതിൽ കണ്ടില്ല, ഞാൻ വേറൊരു സ്കിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ പറന്ന് പോവുകയാണ്. കണ്ടില്ല പോണ പോക്ക്. ഇത് ഞാൻ സ്പീഡ് കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതല്ല സ്പീഡ്, ഇതിലപ്പുറവും സ്പീഡ് വേണമെങ്കിൽ കൂട്ടാം നമുക്ക്. പക്ഷേ ഇപ്പോഴത്തേക്ക് ഇത്ര മതി. ഇതും പറന്നുപോയി ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി അത് സാഹസികമായി ബോസുമായിട്ട് പൊരുതി ജയിച്ച് കിട്ടിയ വേറൊരു സ്കിന്നുമായി നമുക്ക് ഗെയിം കളിക്കാം. അതിനായി നമ്മൾ സെയിം ഇത് തന്നെ നമ്മൾ റൈസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സ്കിന്ന് സെലക്ട് ചെയ്യുക. കണ്ടില്ലേ, ഞാൻ വേറൊരു സ്കിന്ന് സെലക്ട് ചെയ്യാൻ പോവുകയാണ്. കണ്ടില്ലേ, പുതിയ നല്ലൊരു അടിപൊളി നല്ലൊരു ലുക്കുള്ള ഒരു സ്കിന്നാണ്. സോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയല്ലേ പൂരം. ഇതാ കണ്ടോള് ഗൈസ്. ആ സ്റ്റൈല് കണ്ട, ലുക്ക് കണ്ട, എന്താ പോണ് പറഞ്ഞ അവനെ ഇടിച്ചിട്ട് അങ്ങനെ അടുത്തവനെ ഇടിച്ചിട്ട് ഇതാ പറന്നു പോയി ആ ലാൻഡ് ചെയ്യുന്ന ആ സ്റ്റൈല് കണ്ട. ഇതുപോലെ നിങ്ങൾക്ക് പറ്റുമോ? ഒന്ന് കളിച്ചു നോക്ക്. ആടിയുലഞ്ഞൊക്കെയാണ് പോകുന്നത്. ബാലൻസ് ചെയ്ത് നമ്മൾ പോയില്ലെങ്കിൽ പണി കിട്ടും. ജയിച്ചിട്ടുണ്ട്. ആ ഗെയിം ജയിച്ചപ്പോൾ തന്നെ നമുക്ക് ബോസുമായിട്ടുള്ള ഒരു റൈസിങ്ങിനുള്ള ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ജയിച്ചാൽ ഈ പിക്ചറിൽ കാണുന്ന ഈ സ്കിന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. പിന്നെ നമുക്ക് ബോസുമായിട്ട് റൈസ് ചെയ്യണമെങ്കിൽ ഒരു ഗോൾഡ് കാർഡ് വേണം. അത് എങ്ങനെ കിട്ടുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഗെയിമിന്റെ ലെവൽ ഇൻക്രീസ് ആകുന്നതിനനുസരിച്ചായിരിക്കും ആ കാർഡ് കിട്ടുന്നത്. ഓരോ ലെവല് നമ്മൾ കഴിയുമ്പോഴും ഓരോ ആ ഗോൾഡ് കാർഡ് കിട്ടും. എൻ്റെ അമ്മയെ കല്ലിലിടിച്ച് തലയും കുത്തി വീഴുന്നത് കണ്ട. ഇതിന് നമുക്ക് റിവൈവ് ചെയ്യണമെങ്കിൽ ഒരു വീഡിയോ കാണണം. പിന്നെ റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിലും ആ റീസ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്താലും നമ്മളൊരു ആഡ്സ് കാണണം. ആഡ്സ് ഇല്ലാതെ ഒരു മൂവ് പോലും നമ്മുടെ ഈ ഗെയിമിൽ ഇല്ല. ഞാൻ ആഡ്സ് കണ്ട് റിവൈവ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, റിവൈവായി വീണ്ടും പാഞ്ഞു പോവുകയാണ്. ഇനി തലയും കുത്തി വീഴുമോയെന്ന് അറിയത്തില്ല, നമുക്ക് കണ്ടറിയാം. പറന്നൊക്കെ ലാൻഡ് ചെയ്യാണ്. ബെസ്റ്റ്. വീണ്ടും തലയും കുത്തി വീഴുന്നിട്ടുണ്ട്. റിവൈവ് ആവാൻ വേണ്ടി ഞാൻ ആഡ്സ് കണ്ട് റിവൈവ് ആയിട്ടുണ്ട്. വീണ്ടും ഇതാ പോവുകയാണ് പാഞ്ഞ്. ഇനി നമുക്ക് തലയും കുത്തി വീഴുമെന്നൊന്നും അറിയത്തില്ല. നമ്മുടെ ബോസ് മുന്നിൽ കയറിയിട്ടുണ്ട്. ബോസ് ഇതാ പോവുകയാണ്. വീണ്ടും അതാ ഇടിച്ച് ചത്ത്. വീണ്ടും റിവൈവ് ചെയ്തിട്ടുണ്ട്. ഇനിയെങ്കിലും ഒന്ന് ഇടിക്കാതെ ഒന്ന് പോടേ. പിന്നെ ലെവൽ ഇൻക്രീസ് ആകണമെങ്കിൽ നമ്മൾ ഓരോ സൈക്കിളിന്റെ ലെവൽ ഇൻക്രീസ് ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് ലെവൽ ഇൻക്രീസ് ആവത്തുള്ളൂ. സോ ലെവൽ ഇൻക്രീസ് ആയാൽ മാത്രമേ നമുക്ക് ഓരോ ലെവൽ കഴിയും തോറും ആ ഗോൾഡ് കാർഡ് കിട്ടത്തുള്ളൂ. ആ ഗോൾഡ് കാർഡ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ബോസുമായിട്ട് റൈസ് ചെയ്യാനും പറ്റൂ. പുതിയ പുതിയ സ്കിന്നുകൾ കിട്ടുകയും ചെയ്യത്തുള്ളൂ. അങ്ങനെ ബോസുമായിട്ടുള്ള സാഹസിക റൈസിൽ ഒരുപാട് പ്രാവശ്യം തലയും കുത്തി വീഴുന്നു. എന്നാലും അവസാനം ജയിച്ചു. അങ്ങനെ സ്കിന്ന് കിട്ടി. ഈ സ്കിന്ന് ക്ലെയിം ചെയ്യാൻ വേണ്ടി ഒരു ആഡ്സ് കാണണം.
സോ ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ തൊട്ടേനും പിടിച്ചതിനും ആർട്സ് ആണ്. ആർട്സ് ഇല്ലാതെ ഒരു കളി ഇതിലില്ല. ഇനി നമുക്ക് ഇപ്പോൾ കിട്ടിയില്ലേ ഒരു പുതിയ സ്കിന്ന്, അത് വെച്ച് നമുക്കൊരു റൈസ് ചെയ്യാം. റൈസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്കിന്ന് ഞാൻ സെലക്ട് ആക്കാൻ പോവുകയാണ്. കണ്ടില്ല, വൈറ്റ് സ്കിന്ന് അത് സെലക്ട് ആക്കിയിട്ടുണ്ട്. കണ്ടില്ല, അതിൻ്റെ സ്കിന്നിൻ്റെ ഇത് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഉയരമുള്ള ആരോ ഉണ്ടല്ലോ, ബാക്ക് ആരോ, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റൈസിന് നമ്മൾ റെഡിയാണ്. എന്നിട്ട് റൈസ് ചെയ്യുക. നമുക്ക് പൊളിയായിട്ട് നമുക്ക് പോകാൻ പറ്റും. നമ്മൾ ബാലൻസ് മാത്രം ചെയ്താൽ മതി. സൈഡിലൊക്കെ ഇടിച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, സൈഡിലൊക്കെ ഇടിച്ചാൽ തീർന്ന്. അത് പിന്നെ നമ്മൾ റിവൈവ് ചെയ്യണം, ആഴ്സ് കാണണം. അങ്ങനെ പിന്നെ നമ്മൾ ബാക്കിലോട്ട് പോയാലും നമ്മൾ വീണ്ടും ആർട്സ് കാണണം. അങ്ങനെ എല്ലാം വലിയ തൊള്ളയാണ്. അതുകൊണ്ട് നമ്മൾ കഴിയണതും നമുക്ക് സൈഡിലേക്ക് ഒന്ന് ഇടിക്കാതെ ജയിക്കുക. ഇതുവരെ നമ്മൾ കണ്ടത് ബോസുമായിട്ട് ജയിച്ച് കിട്ടിയ സ്കിന്ന് വെച്ചുള്ള ഗെയിം പ്ലേ ആണ്. ഇത് നമുക്ക് അടുത്ത് നോർമലായിട്ടുള്ള സ്കിന്ന് വെച്ചുള്ള ഗെയിം പ്ലേ നോക്കാം. ഇത് ലെവൽ 15 റേഞ്ചിലുള്ള സൈക്കിളാണ്. സോ നമുക്കിത് വെച്ചൊരു ഗെയിം പ്ലേ ചെയ്യാം. പൊളിച്ച് നല്ല ഐസിലൂടെയുള്ള റേസിംഗ് ആണ്. തെന്നിപ്പോകാതെയൊക്കെ നോക്കിക്കോണം. തെന്നിപ്പോയി എവിടെയെങ്കിലും സൈഡിൽ ഇടിച്ചാൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആർട്സ് ആളുമില്ല. അത് കഴിഞ്ഞിട്ട് ബാക്കി ഗെയിം ഇങ്ങനെതാ പാഞ്ഞു പറന്നു പോയൊക്കെ ലാൻഡ് ചെയ്യുന്നത് കണ്ട പൊളിയാണ്. പൊളി. നിങ്ങൾ നല്ലൊരു ഗ്രാഫിക്സ് ഒക്കെയാണ് ഈ ഗെയിമിന്. നിങ്ങൾക്ക് ഗെയിം കളിക്കാനൊക്കെ ഇൻട്രസ്റ്റ്, ഈ റേസിംഗ് ഗെയിമൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർ ഇതിൽ കളിച്ചാൽ നല്ല സൂപ്പറായിരിക്കും. പിന്നെ ഇത് ടൈം അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും. ടൈമുള്ളവർ മാത്രം അങ്ങ് കളിക്കുക. ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ഇൻറ്റു 1 ഞാൻ ഇൻറ്റു 3 പോയി ഇടിച്ചത്. ഓക്കെ, അടുത്ത് വേറൊരു ഗെയിം പ്ലേ ചെയ്യാം. ഇത് കുറച്ച് മനുഷ്യരല്ല, ഒരു പ്രതിമകളെ പോലത്തെ തോന്നിക്കുന്ന കുറച്ച് പേരാണ് നമ്മളവിടെ റൈസ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഗോൾഡ് കളറിൽ പ്രതിമകളെ പോലെ. ഇതൊക്കെ നമുക്ക് ഇടിച്ചിടാം. പാഞ്ഞു പോയി ഉണ്ടല്ലേ, ഇടിച്ചിട്ടപ്പം നമുക്കതല്ലേ കോയിൻസൊക്കെ പ്രവർക്കണണ്ട, കോയിൻസൊക്കെ വിടുന്നത് കണ്ട. അതേപോലെ നമുക്ക് കോയിൻസൊക്കെ കിട്ടും. ഇതൊരു പ്രത്യേക ഒരു ഗ്രാഫിക്സ് ഒക്കെ പൊളിയാണ്. കണ്ടില്ലേ, പറന്ന് പോയി. കണ്ടില്ലേ, ആ ഗ്രാഫിക്സ് ഒക്കെ പൊളിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ റൈസിംഗ് ഗെയിമൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇതൊക്കെ പൊളിയായിരിക്കും. നല്ല രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അവസാനത്തിൽ നമുക്കൊരു ബ്ലാക്ക് ഹോൾ പോലെ കാണാൻ പറ്റും. അതിൻ്റെ അകത്തൂടെ നമുക്ക് അകത്തോട്ട് പോകുന്ന സമയത്ത് ഗെയിം ഫിനിഷ്. അങ്ങനെ ഈ റൈസും തീർന്നു. എന്നിട്ടും 3ാമത്തെ കോഡ് എനിക്ക് കിട്ടിയില്ല. ഇനി നമുക്ക് അടുത്ത് മഴയിൽ കൂടെ ഒരു റൈസ് ചെയ്ത് നോക്കാം. ഇത് നമ്മൾ ചില സമയങ്ങളിൽ ഗെയിം ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ വരും. ഇതിൽ ക്ലെയിം, താങ്ക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. നിങ്ങൾക്ക് ഈ ഗോൾഡ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ക്ലെയിം ചെയ്യാം. അത് നിർബന്ധമൊന്നുമില്ല. അത് നിങ്ങൾ നോ താങ്ക്സ് കൊടുക്കുക. അങ്ങനെ നമ്മുടെ മഴയത്തിലൂടെയുള്ള റൈസ് സ്റ്റാർട്ടായിരിക്കുകയാണ്. കണ്ടില്ലേ, മഴയത്തിലൂടെ, അതും മരുഭൂമിയിൽ മഴ. സൈഡിലൊക്കെ നമ്മുടെ പനകൾ, മരുഭൂമിയിലെ പനകളൊക്കെ ഉണ്ട്. ഇതേതോ അറബി നാടാണെന്ന് തോന്നുന്നു. എന്നാലും ഏത് നാടായാലും നമ്മൾ സൈഡിൽ ഇടിക്കരുത്. ഇടിച്ചാൽ എപ്പോഴും പറയുന്നത് പോലെ ആർട്സ് അല്ലേ, അത് കയ്യിൽ ഉള്ളൂ, ബാക്കി എന്തും. അതുകൊണ്ട് സൂക്ഷിച്ചെങ്കിലും പറക്കിയൊക്കെ പോവുക. നിങ്ങൾ എത്ര മനുഷ്യരെ വേണമെങ്കിലും ഇടിച്ചിട്ടോ, അതൊരു പ്രശ്നമില്ല. പക്ഷേ മരങ്ങളിലോ കല്ലുകളിലോ ഇടിക്കരുത്. ജസ്റ്റ് ജയിച്ചിട്ടുണ്ട് ഫസ്റ്റ്. 10 അതിന് മുകളിലുള്ള എന്തോ ഇൻറ്റു 7 ആണെന്ന് തോന്നുന്നു. അതിൽ ഇടിച്ച് ലാൻഡ് ആയിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ഇപ്പോഴത്തെ കോപ്രായങ്ങൾ. കണ്ട് രസിക്കണമെന്നുള്ളവർക്ക് കണ്ട് രസിക്കാം, കളിച്ച് രസിക്കണമെന്നുള്ളവർക്കും കളിച്ചും രസിക്കാം.